പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്നും മറ്റ് പ്രതിസന്ധികളില്ല എന്നുമുള്ള കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവന ചർച്ചയാകുന്നു. ഞാൻ കേട്ടിട്ടില്ലല്ലോ. മുസ്ലിങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതരാണ്. ഏതെങ്കിലും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ മുസ്ലിങ്ങൾക്ക് നിലവിൽ ഇന്ത്യയിലില്ല. ഉറപ്പാണല്ലോ? ഉറപ്പാണ് സാർ. മറ്റൊന്നുമില്ലല്ലോ? ഇല്ല സാർ. എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ മക്കളെ. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്നും പച്ചയ്ക്ക് പുറത്താക്കണമെന്ന് ആഹ്വാനം ചെയ്ത ഹിന്ദുത്വ സമ്മേളനത്തിന് കേന്ദ്ര സർക്കാർ നൽകിയത് 63 ലക്ഷം രൂപയുടെ ധനസഹായമാണ്. അതെ, വംശീയതയെ ഔദ്യോഗികമായി പിന്തുണയ്ക്കുന്ന രാജ്യമായി നമ്മുടേത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ഡിസംബർ 13-നും 14-നും ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ സനാതൻ സൻസ് സംഘടിപ്പിച്ച സനാതൻ രാഷ്ട്ര ശംഖനാഥ് മഹോത്സവത്തിലായിരുന്നു മുസ്ലിങ്ങളെ പുറത്താക്കണമെന്ന ആഹ്വാനമുണ്ടായത്. ഇതിലേക്കാണ് നരേന്ദ്രമോദി സർക്കാർ 63 ലക്ഷം നൽകിയത്. നോക്കണേ, ക്രിമിനൽ കേസെടുത്ത് അഴിക്കുള്ളിലാക്കുന്നതിന് പകരം നമ്മുടെ പ്രധാനമന്ത്രിയും കൂട്ടരും പണവും പിന്തുണയും കൊടുത്ത് അവരെ സൂചിപ്പിക്കുകയാണ് ചെയ്തത്. വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാവരും അറിയട്ടെ എന്ന്. ഭരണകൂടത്തിന്റെ ഈ വംശമുഖം പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിച്ചത് ദ കിൻഡിന്റെ അന്വേഷണാത്മക പത്രപ്രവർത്തനമാണ്. അടിമുടി വർഗീയമായിരുന്നു ആ സമ്മേളനമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ചതിച്ചോ ദൈവമേ, എന്നെ തേച്ചതാണല്ലേ. സംഘപരിവാരത്തിന്റെ നാവായ സുദർശൻ TV അവതാരകനും ഹിന്ദുത്വ പ്രചാരകനുമായ സുരേഷ് ചാവങ്കയും പരിപാടിയിൽ പങ്കെടുത്ത് ആവശ്യപ്പെട്ടത് ഇങ്ങനെയായിരുന്നു. ഇരിപ്പ് കണ്ടില്ലേ? ഇന്ത്യയിലെ 25% മുസ്ലിങ്ങളും നുഴഞ്ഞുകയറ്റക്കാരാണ്. അവർ ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും അഫ്ഗാനിസ്ഥാനികളുമാണ്. NRC കൊണ്ടുവന്നവരെ പുറത്താക്കണം. എന്തായിരുന്നു इस देश में NRC लाई जाए और एक एक घुसपैठियों को चुनकर हिंदुस्तान के सीमा के बाहर निकाला जाए. മുസ്ലിങ്ങളുടെ ജനസംഖ്യാ വളർച്ച നിർത്തലാക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും ആ കൊടും വർഗീയവാദി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിലും തീരുന്നില്ല കേട്ടോ വിഷം തുപ്പൽ. BJPയുടെ ഡൽഹി നേതാവായ അശ്വിനി ഉപാധ്യായ ഗർവാപ്പസിയെ കുറിച്ചാണ് സമ്മേളനത്തിൽ സംസാരിച്ചത്. അത് ഇങ്ങനെയായിരുന്നു: നമുക്കിടയിലെ ബിസിനസ്സുകാർ അവർക്ക് കീഴിൽ ജോലി ചെയ്യുന്ന മുസ്ലിങ്ങളോട് മതം മാറാൻ പറയുക. ഓരോ ഹിന്ദുവും ഒരു മുസ്ലിമിനെ മതം മാറ്റിയാൽ നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കും. ഇടിവെട്ടിവന്റെ തല പാമ്പ് കടിച്ചോടാ. ചിന്നക്കട ജംഗ്ഷനിൽ വെച്ച് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞതാ. മുസ്ലിം സ്വത്വത്തെ പൂർണ്ണമായും റദ്ദു ചെയ്ത ഈ പരിപാടിയിൽ കേന്ദ്രമന്ത്രിമാരായ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, ദീപക് നായക്, സഞ്ജയ് സേത്ത്, ഡൽഹിയിലെ ടൂറിസം മന്ത്രി കപിൽ മിശ്ര എന്നിവരും പങ്കെടുത്തിരുന്നു. ഈ സംഘടനയ്ക്ക് ഇതിനു മുമ്പ് മാധ്യമ ശ്രദ്ധ കിട്ടിയത് ഗോവിന്ദ് പൻസാരയുടെയും നരേന്ദ്ര ദബോൽക്കറുടെയും കൊലപാതകങ്ങളിൽ പങ്കെടുത്തു എന്ന ആരോപണത്തെ തുടർന്നായിരുന്നു. അന്ന് ഈ സനാതൻ സൻസയെ ഭീകര സംഘടനയാക്കി പ്രഖ്യാപിക്കണമെന്ന ഒരു ഹർജിയും ബോംബെ ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജിയായി വന്നിരുന്നു. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണമെന്ന്? നിങ്ങൾ നോക്കൂ, ഭീകരവാദം പ്രചരിപ്പിക്കുന്ന, വംശീയതയും വർഗീയതയും തുപ്പുന്ന ഒരു പരിപാടിക്ക് നമ്മുടെ മന്ത്രിമാരും ജനപ്രതിനിധികളും ഒരു ഉളുപ്പുമില്ലാതെ പങ്കെടുക്കുന്നു. അതിന് ഖജനാവിൽ നിന്ന് പണവും നൽകുന്നു. എന്നിട്ടും നാം ഊറ്റം കൊള്ളുന്നു ഇതൊരു ജനാധിപത്യ മതേതരത്വ സ്ഥിതിസമത്വ രാജ്യമാണെന്നും. എന്നിട്ടെന്തായി? യൂട്യൂബ് ബ്രൂട്ടസ്, നീ എന്നെ തള്ളി പറയാണല്ലേ? എനിക്ക് മടുത്തടാ. കഷ്ടകാലത്തിന് അരഞ്ഞാണച്ചേട്ട് പാമ്പാവെന്ന് കേട്ടിട്ടേ ഉള്ളൂ. പാമ്പ് എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം. അതന്നെ അവന്റെ ഫിനിഷ്.